ഒരു പൊറോട്ട ഉണ്ടാക്കുന്ന പൊല്ലാപത്രയാണെന്ന് നോക്കിയേ. കഴിഞ്ഞ ദിവസം ഒരു റെസ്റ്റോറൻറ്റ് പോയ സമയത്ത് അവിടെയുള്ള ഒരു കസ്റ്റമർ അവിടുത്തെ റെസ്റ്റോറൻറ്റ് ഓണറുമായിട്ട് ചെറിയൊരു തർക്കത്തിലായിരുന്നു. പൊറോട്ടക്ക് GST നില്ലാക്കിയല്ലോ, നിങ്ങൾ എന്തിനാണ് 5% ചാർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ചെറിയൊരു കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നിങ്ങൾ എന്ത് ഭക്ഷണം കഴിച്ചാലും ഐസ്ക്രീം കുടിച്ചാലും മിനറൽ വാട്ടർ വാങ്ങിച്ചാലും ഒക്കെ നിങ്ങൾ അതിൻ്റെ മുകളിൽ 5% GST കൊടുത്തേ പറ്റൂ. കാരണം റെസ്റ്റോറൻറ്റുകാരുടെ സർവീസ് കോമ്പോസിറ്റ് സർവീസാണ്, അതിന് 5% ആണ് GST. അപ്പോൾ പൊറോട്ടക്ക് നിൽ റേറ്റ് ആക്കിയില്ലേ എന്നുള്ളൊരു ചോദ്യം കൂടി അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. പൊറോട്ടക്ക് നിൽ റേറ്റ് എന്ന് പറയുന്നത് ഈ ഫ്രോസൺ ആയിട്ടുള്ള ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള പൊറോട്ടക്കൊക്കെയാണ്. നിങ്ങൾ കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടി പാകത്തിന് കുക്ക് ചെയ്ത് നിങ്ങൾക്ക് തരുന്ന പൊറോട്ടക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെയാണ് തരുന്നത് എങ്കിൽ അതിന് 5% കൊടുക്കണം. നിങ്ങൾ മറ്റുള്ള കടകളിൽ പോയിട്ട് ഹാഫ് ബേക്ക്ഡ് ആയിട്ടുള്ള ചപ്പാത്തിയോ പൊറോട്ടയോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് മാത്രമാണ് ഈ നിൽ റേറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വരിക. അപ്പോൾ അത് വെച്ചിട്ടാണ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചില ആൾക്കാർ അതിനകത്തൊരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ തർക്കത്തിലൊക്കെ ഏർപ്പെടേണ്ടി വരുന്ന അവസ്ഥ വരുന്നത്. ഒരിക്കൽ കൂടി പറയാം, റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നിങ്ങൾ എന്ത് ഭക്ഷണം കഴിച്ചാലും ചപ്പാത്തി ആയിക്കോട്ടെ പൊറോട്ട ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, റെസ്റ്റോറൻറ്റുകാരെ സംബന്ധിച്ചിടത്തോളം അത് കോമ്പോസിറ്റ് സപ്ലൈ ആണ്. അതിന് 5% ആണ് ടാക്സ്. അത് എന്തായാലും കസ്റ്റമറുടെ അടുത്ത് അവർക്ക് വാങ്ങിക്കാനുള്ള അധികാരമുണ്ട്. മറ്റുള്ള നിങ്ങൾ സാധാരണയുള്ള കടകളിൽ പോയിട്ട് ഹാഫ് ബേക്ക്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോഴാണ് ഈ 0% അല്ലെങ്കിൽ നിൽ റേറ്റ് എന്ന് പറഞ്ഞതിൻ്റെ ആപ്ലിക്കേഷൻ വരിക. കൂടുതൽ വിവരങ്ങൾക്ക് പേജ് ഫോളോ ചെയ്യുക.